ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ കോളേജിലേക്ക് സ്വാഗതം. നമ്മൾക്കിന്ന് രുചികരമായ അപ്പവും ചിക്കൻ മപ്പാസും പരിചയപ്പെടാം. മപ്പാസിന് ആവശ്യമായ സാധനങ്ങൾ: സവാള 2 എണ്ണം, ഉരുളക്കിഴങ്ങ് 3 എണ്ണം, തക്കാളി 2 എണ്ണം, പച്ചമുളക് 4 എണ്ണം, തേങ്ങ ചുരണ്ടിയത് 1 കപ്പ്, പച്ചമല്ലി 1 കപ്പ്, ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, ജാതിപത്രി, കുരുമുളക് എന്നിവ 4-5 എണ്ണം വീതം, കറിവേപ്പില, മല്ലിയില ആവശ്യത്തിന്. സവാളയും തക്കാളിയും നീളത്തിൽ അരിയണം. പൊട്ടറ്റോ ചതുരത്തിൽ മുറിക്കണം. 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത പച്ചമല്ലി മസാലയും ചേർത്ത് അരയ്ക്കണം. മസാലപ്പൊടിയും മഞ്ഞളും പുരട്ടി ആവിയിൽ വേവിച്ച ചിക്കൻ 1 കപ്പ്, തേങ്ങ കൊത്തിയെടുത്തത് 1/2 കപ്പ്, പച്ചമുളക് നീളത്തിൽ അരിയണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, എണ്ണ, ഉപ്പ് എന്നിവ ആവശ്യത്തിന്. തേങ്ങാപ്പാൽ 1 കപ്പ് എടുത്തു വെക്കണം. പാചകം ചെയ്യുന്ന വിധം: കടായി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട എന്നിവയും കൊത്തിയ തേങ്ങയും ഇട്ട് വഴറ്റണം. പിന്നീട് സവാളയും പച്ചമുളകും ഇട്ട് 1/4 സ്പൂൺ ഉപ്പിട്ട് വഴറ്റണം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇതിലേക്കിടാം. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി, 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ഇട്ട് ഇളക്കണം. തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് കഴിയുമ്പോൾ ചിക്കനും ചേർത്തിളക്കി വെള്ളമൊഴിച്ച് വേവിക്കാം. പിന്നീട് ഇതിലേക്ക് മല്ലി മസാലക്കൂട്ട് ചേർത്തിളക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിളക്കി അടച്ചു വെച്ച് വേവിക്കാം. ചാറ് കുറുകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ചേർത്തിളക്കി മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. പച്ചമല്ലി അരച്ച ചിക്കൻ മപ്പാസ് റെഡി. അപ്പം ഉണ്ടാക്കുന്ന വിധം: 2 ഗ്ലാസ് അരി 6 മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി അരയ്ക്കണം. 1 കപ്പ് ചോറും കൂടി അരച്ച് ഈ മാവിൽ ചേർത്തിളക്കണം. 1 കപ്പ് ചുരണ്ടിയ തേങ്ങയും 1/2 സ്പൂൺ ജീരകവും 1/4 സ്പൂൺ ഈസ്റ്റും 3/4 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അരച്ചെടുക്കുക. ഇതും മാവിലേക്ക് ചേർത്തിളക്കണം. ചൂടുകാലത്ത് മാവ് പൊങ്ങി വരാൻ 6 മണിക്കൂർ മതിയാവും. ഇല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും വേണം. മാവിലേക്ക് ഉപ്പ് ചേർത്തിളക്കി വെള്ളയപ്പം ചുട്ടെടുക്കാം. ഇതാ രുചിയേറെയുള്ള അപ്പവും ചിക്കൻ മപ്പാസും കൂട്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ചിക്കൻ മപ്പാസും അപ്പവും കൂട്ടി ഈ പെരുന്നാൾ ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ രുചി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഈദ് ആശംസകൾ.